ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമല്ലോ. കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ നോമ്പ് കാലത്തില് ഈശോയുടെ കുരിശിന്റെ വഴി പിഞ്ചെന്നുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതങ്ങളെ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഓരോ ദിവസവും സമ്മേളിച്ച് പ്രാർത്ഥിച്ച് വചനം ശ്രവിക്കുന്നത്. ഇന്ന് ഗുരുവിനെ തള്ളിപ്പറയുന്ന ശിഷ്യ എന്നൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നത്. ബൈബിളിൽ ദൈവത്തെ നമുക്ക് ഗുരു എന്ന് വിളിക്കാം. കാരണം തോറ, ദൈവം മോശയിലൂടെ ജനത്തിന് തോറ നൽകി. എന്താണ് തോറ? തോറ എന്നാൽ അക്ഷരാർത്ഥം ടീച്ചിങ് എന്നാണ്, പ്രബോധനം നൽകി. അപ്പോൾ ദൈവം ഗുരുവും മനുഷ്യരെല്ലാം ശിഷ്യന്മാരുമാണ്. ദൈവത്തിന് തൻ്റെ ശിഷ്യരോട് പലതും പറഞ്ഞ് പഠിപ്പിക്കാനുണ്ട്. എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ പ്രബോധനം ആവശ്യമാണ്. അങ്ങനെ ബൈബിളിൽ നമുക്ക് ദൈവത്തെ ഗുരു ആയി കാണാം. ഗുരുവിൻ്റെ പ്രബോധനം അത് നമുക്ക് ബൈബിളിൽ കാണാം. പക്ഷേ ഇസ്രായേൽക്കാര് ദൈവത്തിൻ്റെ പ്രബോധനം ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യര്, അവര് എപ്പോഴും അവിശ്വസ്തതയുടെ ആളുകളായി. ഗുരുവിനോട് അവിശ്വസ്തത കാണിച്ചവർ, അഥവാ ഗുരുവിനെ തള്ളി പറഞ്ഞു. അത് നമുക്ക് എല്ലായിടത്തും കാണാം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം, പുറപ്പാടിൽ കാണാം, ലേവ്യരിൽ കാണാം, സംഖ്യയിൽ കാണാം, നിയമാവർത്തനത്തിൽ ഇതെല്ലാം കാണാം. ഗുരുവിനെ തള്ളിപ്പറയുന്ന ശിഷ്യന്, അതാണ് ദൈവത്തിൻ്റെ ജനം. അതെപ്പോഴും അങ്ങനെ ആയിരുന്നു താൻ. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ ഈശോയുടെ ശിഷ്യര് നോക്കണം. നമ്മൾ നേരത്തെ പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞപ്പോ ജെറമിയായുടെ പ്രവചനം 2-ാം അധ്യായം 13-ാം വാക്യത്തില് ദൈവം തന്നെ വലിയൊരു പരാതി പറയുന്നുണ്ട്. എന്താണത്? എൻ്റെ ജനം 2 തിന്മ ചെയ്തു എന്നാണ്. എന്തൊക്കെയാ ചെയ്തേ? ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. കണ്ടോ? അപ്പോൾ ഗുരുവിനെ അവർ തള്ളിപ്പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ അന്യദേവ ആരാധന. ഗുരുവിനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം തലതിരിഞ്ഞ പ്രബോധനങ്ങളാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗുരുവാണ് ശരിയായ പ്രബോധനം നൽകുന്നത്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെയുള്ളത് മുഴുവൻ തലതിരിഞ്ഞ പ്രബോധനങ്ങളാണ്. ശരി, ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യരാണ് പത്രോസ്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. നമുക്കറിയാം ഗുരു. അതുകൊണ്ട് ശിഷ്യന്മാർ പലപ്പോഴും ഗുരു 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 എന്ന് വിളിക്കുന്നത് ആരെയാ? ഈശോയാണ്. ഈശോ ഗുരു, ഈശോയെ തള്ളിപ്പറയുന്ന ശിഷ്യൻ. ഇവിടെ 3 പ്രാവശ്യമാണ് പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. അത് തള്ളിപ്പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തള്ളിപ്പറയും എന്ന് ഈശോ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല, പത്രോസ് വലിയ വീരവാദം മുഴക്കിയിരുന്നു. ഞാൻ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടാവും, ആരൊക്കെ വിട്ടുപോയാൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ പത്രോസാണ് ഒരു നേരത്തെ
ഭയത്തിന്, ആശങ്കയ്ക്ക്, അസ്വസ്ഥതയ്ക്ക് അടിപ്പെട്ട് 3 പ്രാവശ്യമാണ് സ്വന്തം ഗുരുവിനെ തള്ളി പറഞ്ഞത് എന്ന് നോക്കുക. നോക്കണം, മുന്നറിയിപ്പ് അവഗണിച്ചതിനാലാണ് പത്രോസിന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത്. മുന്നറിയിപ്പ് അവഗണിച്ചാൽ വലിയ അബദ്ധങ്ങൾ ഉണ്ടാകും. നോക്കണം, ഈശോ തന്നെ നൽകിയ മുന്നറിയിപ്പ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 വട്ടം സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു നിന്നെ ഞാൻ എന്ന് ഈശോ പറയിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തള്ളിപ്പറയപ്പെടുന്ന ഈശോയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തള്ളിപ്പറഞ്ഞവൻ തന്നെ ഈശോയുടെ മുന്നിൽ നിന്ന് പറയണം. അതിന് പറ്റിയ ചോദ്യമാണ് ഈശോ ഇട്ടുകൊടുത്തത്. 3 വട്ടം ഒരേ കാര്യം. അങ്ങനെ ഈശോയെ തള്ളിപ്പറഞ്ഞ് വഴിതെറ്റിപ്പോയ ശിഷ്യൻ ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറഞ്ഞ് ശിഷ്യത്വത്തിന്റെ ആ ശീതളിമയിലേക്ക് ഒരിക്കൽ കൂടി വരുന്ന കാഴ്ച പത്രോസിൽ നമുക്ക് കാണാം. ഇനി മറ്റൊരു കഥാപാത്രം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, യൂദാസ്. യൂദാസ് എന്താ സംഭവിച്ചേ? യൂദാസ് ഈശോയെ മനസ്സുകൊണ്ട് തള്ളിപ്പറഞ്ഞു. പ്രധാന പുരോഹിതനൊക്കെ അടുത്തൊക്കെ പോയി സംസാരിച്ച് ഈശോക്കുള്ള വിലയൊക്കെ പറഞ്ഞപ്പോ ആ നേരത്തൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുമാത്രം ദൂരെയായിരുന്നു യൂദാസ്. അപ്പോഴും ആ സമൂഹത്തിന്റെ പണപ്പെട്ടി, അതിന്റെ താക്കോല് യൂദാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നോർക്കണം. ഏത് സ്ഥാനത്തുള്ള ആളായാലും കൊള്ളാം, എത്ര വമ്പൻ എന്ന് പറയപ്പെട്ടാലും കൊള്ളാം. നോക്കൂ, ഈശോയെ ഒറ്റിക്കൊടുക്കും വിധം അങ്ങേയറ്റം കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയും ഉണ്ട്. എന്താ ചെയ്തേ? ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത്. ഓ, എങ്ങനെ അത് സാധിച്ചു? എങ്ങനെ അത് സാധിച്ചു? ഗുരോ സ്വസ്തി എന്നാണ് അവൻ പറഞ്ഞത്. ഗുരോ സ്വസ്തി എന്നിട്ടാണ് ചെന്ന് ചുംബിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യൂദാസിന്റെ ഒറ്റിക്കൊടുക്കല് സ്നേഹം പുറമേ കാണിച്ചുകൊണ്ടുള്ള ഒറ്റിക്കൊടുക്കല് നമ്മൾ കാണും. പത്രോസ് തള്ളിപ്പറഞ്ഞു, പക്ഷേ പത്രോസിന് അനുതാപം ഉണ്ടായി, ഗുരുവിലുള്ള സ്നേഹം ഉണ്ടായി, ഗുരുവിനോടുള്ള വിധേയത്വം ഒക്കെ ഉണ്ടായി. പക്ഷെ യൂദാസിന് ഗുരുവിന്റെ നന്മയെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. യൂദാസിന് തന്നിൽ തന്നെയും ഒരു നന്മയും കാണാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരിലും കഴിഞ്ഞില്ല. എല്ലാം ഗുരുവിനെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഉപേക്ഷിച്ച യൂദാസിന്റെ മനസ്സിൽ ഒരു മൊട്ട പൂജ്യം, ഒരു അർത്ഥമില്ലാത്ത അവസ്ഥ, നിശൂന്യത. അവസാനം ഒരു കയറിൻ തുമ്പിലാണ് ആ ജീവിതം ഒടുങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ തള്ളിപ്പറഞ്ഞവന് തിരികെ വരാൻ അവസരമുണ്ട്. ഈശോയെ ഒറ്റിക്കൊടുത്തവനും തിരികെ വരാൻ അവസരമുണ്ട്. നമ്മുടെ പ്രത്യാശ
വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഞാനിത് പറയുമ്പോൾ ഈ തള്ളിപ്പറച്ചിൽ നമ്മുടേതും കൂടിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. നമ്മളും ഈശോയെ തള്ളിപ്പറയുന്നവരാണ്, ഗുരുവിനെ തള്ളിപ്പറയുന്നവരാണ്. ഭയം മൂലം തള്ളിപ്പറയുന്നു, ആർത്തി മൂലം അല്ലെങ്കിൽ അത്യാഗ്രഹം മൂലം തള്ളിപ്പറയുന്നു, അഹങ്കാരം മൂലം, താൻ പോരുമ മൂലം, തന്നിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് വച്ചിട്ട് നമ്മള് കർത്താവിനെ തള്ളിപ്പറയുന്നു. ഇനി നോക്കണം, ലോകത്തോടുള്ള അനുരഞ്ജനം, ലോകവുമായിട്ട് ഒന്നായിത്തീർന്നിട്ട് ഗുരുവിനെ തള്ളിപ്പറയുന്നു. അങ്ങനെ നോക്കൂ, ഗുരുവിനെ തള്ളിപ്പറയുന്നതിന് പല കാരണങ്ങൾ ഉണ്ട്. നമുക്ക് ഗൗരവമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പരിശോധിക്കാം. ഭയത്തില് നോക്കൂ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം ഈശോ പറഞ്ഞു, നിങ്ങള് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പിതാവിന്റെ മുമ്പിൽ തള്ളിപ്പറയുന്ന പറഞ്ഞ. അതിന്റെ അർത്ഥം ഒറ്റ പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണ്. അങ്ങനെയല്ല. കാരണം പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞിട്ടും പോയില്ലല്ലോ. അതേസമയം ഒരു പ്രാവശ്യം ഒറ്റിക്കൊടുത്ത യൂദാസ് ഗുരുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോയപ്പോഴാണ് തകർന്ന് അടിഞ്ഞ് വീണത്. സാക്ഷ്യം നൽകാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യം കണ്ടത്. സാക്ഷ്യം നൽകുക, പേടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം നൽകുക നമ്മുടെ ഏറ്റവും ഒടുവിലാണ് അവിടെ ഈശോ പറഞ്ഞത്, എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവിന്റെ മുമ്പിൽ ഞാൻ തള്ളിപ്പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗുരുവിനെ തള്ളിപ്പറയുക ശിഷ്യർക്ക് വളരെ വളരെ എളുപ്പമാണ്. നമുക്ക് ഗുരുവിനോട് ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഗുരു, ഒരിക്കലും അങ്ങയെ എൻ്റെ ഭയം കൊണ്ടോ, എൻ്റെ ആർത്തി കൊണ്ടോ, എൻ്റെ അഹങ്കാരം കൊണ്ടോ, എൻ്റെ അനുരഞ്ജനം, ലോകവുമായിട്ടുള്ള കോംപ്രമൈസ് കൊണ്ടോ ഒരിക്കലും അങ്ങയെ തള്ളിപ്പറയാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയെ ഞാൻ ഏവരുടെയും മുമ്പിൽ പ്രഘോഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഓക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രമാണത്തിൽ വീഴ്ത്താതെ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.